പാർലമെന്റ് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ. പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ ആദ്യ കേസെടുത്തു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആദ്യ എഫ്ഐആർ ദില്ലിയിൽ രജിസ്റ്റർ ചെയ്തു. വഴിയോര കച്ചവടക്കാരനെതിരെയാണ് കേസ്. ദില്ലിയിൽ നിന്ന് സ്വാതി ചേരുന്നു. സ്വാതി, ആദ്യത്തെ കേസ് ആർക്കെതിരെയാണ്? എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട വിശദാംശം? ഷമ്മി, ഇത് ഇപ്പോൾ ഈ ക്രിമിനൽ നിയമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ ക്രിമിനൽ നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. ന്യൂഡൽഹിയിൽ തന്നെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് സമീപം തന്നെ ഉള്ള കമല മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന വഴിയാത്ര കച്ചവടക്കാരനെതിരെയാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഭാരതീയ ന്യായ സംഹിതയിലെ 285 വകുപ്പ് പ്രകാരമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദില്ലിയിലെ കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും വർഷങ്ങളായി നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിൽ വലിയ മാറ്റം, വലിയ അഴിച്ചുപണിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൊളോണിയൽ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ആധുനികവൽക്കരിക്കേണ്ട കാര്യമുണ്ട് എന്നതടക്കം പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ ഈ നിയമം പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തത്. അതും അന്ന് 143 എംപിമാരുടെ കൂട്ട സസ്പെൻഷൻ നടപടി നടക്കുന്ന ഒരു കാലയളവിലാണ് ഒരു ഏകാധിപത്യ തീരുമാനത്തിലേക്ക് ഈ BJP സർക്കാർ എത്തുന്നത്. അങ്ങനെ ആ ബില്ല് പാസ്സാക്കിയെടുക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പുതിയ 3 നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ആ IPC, CRPC അടക്കമുള്ള നിയമങ്ങൾ മാറ്റിക്കൊണ്ട് അതിനേക്കാൾ കഠിനമായ ശിക്ഷയാണ് ഈ പുതിയ നിയമങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്താൻ പാടില്ല എന്ന വിഷയം സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ തന്നെ ഈ രാജ്യദ്രോഹ കുറ്റം ഒളിച്ചു കടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന വലിയ ആരോപണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും 124A എന്ന് പറയുന്ന പഴയ നിയമത്തിൽ നിന്നും വ്യത്യാസം വരുത്തി ഇപ്പോൾ 153 എന്ന ക്ലോസിലേക്കാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ മൗലിക അവകാശങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ് ഇപ്പോൾ ഇതിൽ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലും ഈ നിയമത്തിനെ വ്യാഖ്യാനിക്കാനും വളച്ചൊടിക്കാനും അത് ദുരുപയോഗം ചെയ്യാനുമുള്ള അവകാശമുണ്ട്. ഏത് രീതിക്കും സ്വതന്ത്രമായി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനും പൗരന്മാർക്കുള്ള പരിരക്ഷ പോലും പല പരിരക്ഷകളും എല്ലാം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പോലീസിന് ഇത് സംബന്ധിച്ച് ഈ നിയമവുമായി ബന്ധപ്പെട്ട അമിത അധികാരം ഈ വിഷയത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവരെ കസ്റ്റഡിയിൽ വെക്കാവുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 15 ദിവസമാണ്. ഈ 15 ദിവസം കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതായിട്ട് വരും. എന്നാൽ പുതിയ നിയമപ്രകാരം ഇവിടെ 90 ദിവസം വരെ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വെക്കാനുള്ള അനുവാദമാണ് പോലീസിന് കൊടുക്കുന്നത്. അത്തരത്തിൽ നിയമങ്ങൾ ഈ പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ വകുപ്പുകളും വലിയ ആശങ്ക ഉണർത്തുന്നതാണ്. പ്രത്യേകിച്ചും വലിയ കൂടിയാലോചന ഇല്ലാതെ, ഒരു ചർച്ചയും നടത്താതെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയോ ഈ നിയമ സംവിധാനത്തിന് കീഴിൽ വരുന്ന നിയമപരിജ്ഞാനമുള്ളവരുമായി ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയോ കൂടിയാലോചനകളോ ഇല്ലാതെയാണ് ഈ നിയമം ഏകപക്ഷീയമായി പാസ്സാക്കിയത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. അപ്പോഴാണ് ഈ നിയമം ഇപ്പോൾ കൊണ്ടുവരുന്നു, ആദ്യ എഫ്ഐആർ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഗുരുതരമായ വിമർശനമാണ് ഈ നിയമം കൊണ്ടുവന്നതിന് പിന്നാലെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഷമ്മി, രാജ്യത്തൊരു പുതിയ നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന CRPC അടക്കമുള്ളവ മാറ്റി പുതിയ സംഹിത, ന്യായ സംഹിത എന്ന പേരിലാണ് കഴിഞ്ഞ BJP സർക്കാർ ഈ നിയമം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. പാർലമെൻറ്റിൽ ഏതാണ്ട് 150ഓളം 143 എംപിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു ചർച്ച പോലുമില്ലാതെ പപ്പടം ചുട്ടെടുക്കുന്നത് പോലെ ഈ ബില്ലുകൾ പാർലമെൻറ്റിൽ നിന്ന് പാസ്സാക്കിക്കൊണ്ടുപോയി എന്നുള്ള വലിയ ആരോപണം സർക്കാരിന് നേരിടേണ്ടി വന്നു. പക്ഷേ അതൊന്നും BJP സർക്കാർ കാര്യമാക്കിയില്ല. അവർ തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോയി. ആ ഒരു നിയമമാണ് ഇന്നിപ്പോൾ പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനെതിരെ അഭിഭാഷകരടക്കമുള്ളവർ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്.